ഗൈസ്, അപ്പം നമുക്കൊന്നൊരു യാത്ര പോയാലോ? അപ്പം നമ്മളിന്ന് പോകുന്നത് സാമ്പ്രാണിക്കൊടിയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കൊടിയിലാണ്. ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പം നമ്മൾ ദാണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ അവിടെ കുറച്ച് ചെറിയ ചെറിയ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അവധി ടൈം ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കും ഉണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ലാത്തവർക്ക് വാങ്ങാം. ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ ഗെയ്സ്, ഇപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും പിടിച്ചോണം. അപ്പോൾ നമ്മുടെ പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മളൊരു അഡീഷണൽ ഡ്രസ്സും ഒരു തോർത്തും കരുതി അത്രയും നല്ലതാണ്. നിങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് തിരിച്ചു പോകുമ്പോൾ ഡ്രസ്സ് മാറാനും തല തോർത്താനും ഒക്കെ ഉപയോഗിക്കാം. അതില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരാൾക്ക് വന്നിട്ട് 180 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. അപ്പം നമ്മളിവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പം നല്ല കാറ്റുണ്ട്, ഇവിടെ നിൽക്കാൻ തന്നെ നല്ല സുഖമാണ് കേട്ടോ. ബോട്ടിൽ പോയില്ലെങ്കിലും ഇവിടെ തന്നെ നിൽക്കാൻ നല്ല സുഖമാണ്, അടിപൊളി വൈബാണ്. അപ്പം നമ്മളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം നമ്മുടെ ബോട്ടിലോട്ട് കയറാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിന് മുന്നേ കണ്ട് ഇവിടെ തന്നെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ട് പോവാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ടെർമിനലിലൂടെയാണ് ബോട്ടിങ്ങിൽ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ 3 ടെർമിനലാണ്. അതിലൂടെ നമ്മൾ ഫസ്റ്റിലൂടെയാണ് പോകുന്നത്. അപ്പോൾ സെക്കൻഡിൽ പോകുന്നവർക്ക് ആ ബോട്ടിൽ തന്നെ തിരിച്ചു വരാം. ഫസ്റ്റിലും തേർഡിലും പോകുന്നവർക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ബോട്ടിൽ തന്നെ തിരിച്ചു വരാം. എപ്പോഴും ബോട്ട് സർവീസ് കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സെക്കൻഡിൽ അങ്ങനെയല്ല. അതൊരു 15 മിനിറ്റ് ട്രാവൽ ചെയ്ത് വേണം നമ്മൾ ഈ സാമ്പ്രാണിക്കൊടിയിൽ എത്താൻ. അതുകൊണ്ട് തന്നെ അവിടെ ആ ബോട്ട് വെയിറ്റ് ചെയ്യുകയാണ് ആ തിരിച്ചു കൊണ്ടുവരാനായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റിലും തേർഡിലും പോകാനായിട്ട് ശ്രദ്ധിക്കുക, ഫസ്റ്റോ തേർഡോ. അപ്പോൾ നമ്മൾ നാട്ട ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ട്. ഒരു ബോട്ടിൽ 7 പേർക്കാണ് ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ആ ബോട്ടിൽ കയറി. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. വന്നിറങ്ങിയപ്പോൾ ചെറിയൊരു പേടി തോന്നി ഇതിലോട്ട് എങ്ങനെ ഇറങ്ങുന്നതെന്ന്. പക്ഷേ ഇറങ്ങി കഴിഞ്ഞപ്പോഴല്ലേ മണ്ണൊക്കെ നല്ല രീതിയിൽ കാണാം. നമുക്ക് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ബാഗൊക്കെ ആണെങ്കിൽ ഫോണൊക്കെ ഉണ്ടെങ്കിൽ അത് നനയാതെ നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുപോകാൻ മാക്സിമം ശ്രദ്ധിക്കണം. ബാഗായാലും വെള്ളം പിടിക്കാത്ത ടൈപ്പ് ബാഗോ ലെങ്തുള്ള ബാഗൊന്നും ഇട്ടുകൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല. ബാഗ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ഫോണും എല്ലാം നനയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവുക, ഫോൺ എന്ത് ചെയ്യണമെന്ന് പറ്റുക, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് മാക്സിമം ശ്രദ്ധിക്കണം. അപ്പം ഞാൻ എടുത്ത ബാഗ് ഞാൻ മാക്സിമം അതിൻ്റെ വള്ളിയുടെ ലെങ്ത് കുറച്ച് ഇട്ടിരുന്നു. എന്നിട്ട് പോലും ബാഗിൻ്റെ അടിയിൽ ചെറുതായിട്ട് ഈർപ്പം നനവൊക്കെ പറ്റുന്ന രീതിയിലായിരുന്നു. അത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. നമുക്ക് ബാഗ് നനയുന്നതുകൊണ്ടല്ല, പക്ഷേ നമ്മുടെ ഫോൺ, വിലപ്പെട്ട ഫോൺ നനഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിലിറങ്ങി നിൽക്കും. നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. നമുക്ക് 4:30 വരെയാണ് ഈ ബോട്ടിങ് അവൈലബിൾ. ബോട്ടിൽ കൊണ്ടുവരികയുള്ളൂ. തിരിച്ചു പോകുന്നത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വേണമെങ്കിലും പോകാം. പക്ഷേ അവിടുന്ന് കൊണ്ടുവരുന്നത് 4:30 വരെയേ ഉള്ളൂ. അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര കളിയായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമുക്കിവിടെയൊക്കെ മരം ഇങ്ങനെ ചാഞ്ഞ് കിടപ്പുണ്ടല്ലോ, അതിനകത്തൊക്കെ കയറി ഇരിക്കാം. അടിപൊളിയാണ് കേട്ടോ, നല്ല സൂപ്പറാണ്. കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും ഒന്നും ഒട്ടും പേടിക്കണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നല്ല ആളും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളീ പോയ സമയത്ത്. കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിലാണ് ഈ ഒരു ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. സാമ്പ്രാണിക്കൊടി എന്ന ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നല്ല വൈബാണ് കേട്ടോ. പോയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് പോയി നോക്കുക, അടിപൊളിയാണ്. ഈ വെക്കേഷൻ ടൈമിൽ കുട്ടികളുമൊക്കെ ആയിട്ട് ഒന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ അടിപൊളിയൊരു ഇടമാണ്. പ്രത്യേകിച്ച് കൊല്ലംകാർക്കൊക്കെ പെട്ടെന്ന് പോയി വരാൻ പറ്റിയ അടിപൊളിയൊരു ഇടവും കൂടിയാണ്. കുട്ടികൾക്ക് എന്തായാലും വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതൊരു നല്ല ഈ വെക്കേഷന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ, കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു സ്ഥലമാണ്. അപ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഫോൺ കൈകാര്യം ചെയ്യാൻ കുറച്ച് പാടാണ്. നമ്മുടെ കയ്യിൽ നിന്ന് കാണാൻ വഴുതി പോയി കഴിഞ്ഞാൽ പോയതല്ലേ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഈ മരത്തിൻ്റെ ഇടയിലൊക്കെ ഞണ്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. മരത്തിനൊക്കെ നല്ല ബലമാണ്. നമ്മൾ ചാഞ്ഞ് കിടക്കുന്ന മരത്തിൽ നല്ല രീതിയിൽ കുറേ പേർക്കിരിക്കാം, നല്ല വെയിറ്റുള്ള കുറേ പേർക്കിരിക്കാം. അത്ര നല്ല കട്ടിയുള്ള കരുത്തുള്ള മരങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ നമ്മളിവിടെ ചാരിക്കിടന്ന് ഇരുന്ന് റീലെടുത്ത് എന്നാണ്ട് എൻ്റെ കൂടെ, ഞങ്ങളുടെ കൂടെ നിന്ന് അപ്പുറത്ത് നിന്ന കുറച്ച് പിള്ളേർ, ഈ പിള്ളേരുടെ ഫോൺ വെള്ളത്തിൽ വീണ്. പിന്നെ അവർ പെട്ടെന്ന് എടുത്തു.
അപ്പം അത് കണ്ടപ്പോൾ നമുക്കൊരു പേടി ഓണം കാണാൻ വെള്ളത്തിൽ പോയാലോ. പിന്നെ ദാണ്ട് എൻ്റെ ബാഗ് ഞാനങ്ങ് പൊക്കി വെച്ചേക്കുവാണ്. പൊക്കി പിടിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ് ബാഗ് കൊണ്ട് ചുമന്ന് നടക്കുന്നത്. പക്ഷേ ബാഗൊന്നും ഇല്ലാതെ വന്നാൽ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് പോകാം. പക്ഷേ നമുക്ക് ഫോൺ വെക്കണമെങ്കിൽ ബാഗ് വേണം, ഫോട്ടോസ് എടുക്കണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാഗ് കരുതുമല്ലോ. അപ്പം ഞങ്ങൾ പിന്നെ കുറേ നേരമൊക്കെ ഇവിടെ കിടന്ന് വെള്ളത്തിലൊക്കെ കളിച്ച് രസിച്ച് ഞങ്ങൾ തിരിച്ച് പോവാണ് ബോട്ടിൽ കേട്ടോ. അപ്പം പിന്നെ ഇവിടെ സ്നാക്സ് ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഫുഡൊക്കെ അവിടെ അവൈലബിൾ ആണ്. വള്ളത്തിൽ കൊണ്ടുവന്ന് വിൽക്കും ഈ മാങ്ങ, കൈതച്ചക്ക അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ബൈ ബൈ.